സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് തമ്പി സാറ് സ്വാഗതവും ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ കൊച്ചുകൂട്ടുകാരെല്ലാം നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പിയല്ലേ? രണ്ടാഴ്ചയായിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് കോളേജ് കൂട്ടുകാരൻ കാണാതിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യോഗ നടപടിയിലേക്ക് നീങ്ങാം. ആദ്യമായിട്ട് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമേന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയായ പ്രസിഡന്റ് പത്മനാഭനാണ്. മാഡത്തെയും ഈ പ്രവേശനോത്സവത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേന്ദ്രനുണ്ട്. ദിനേന്ദ്രയും യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മെമ്പറുമായ ഉമ്മേട്ടനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉമ്മേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം. അനീഷ് ഉണ്ട്. അനീഷ് ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് CDS വൈസ് ചെയർപേഴ്സൺ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈസ് ചെയർപേഴ്സണെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർക്ക് യൂണിഫോം സ്പോൺസർ ചെയ്ത CC ഡ്രസ്സുകളുടെ പഴയല്ലോ അതിൻ്റെ ഭാരവാഹികളോട് എത്തിച്ചേർന്നിട്ട് അവരൊക്കെ ഈ യോഗത്തിലേക്ക് ആർവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ പാമ്പാടി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളോട് എത്തിച്ചേർന്നിട്ടില്ല. അവരെത്തിച്ചേർന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, മറ്റ് സ്റ്റാഫുകൾ, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ ഗ്രാമപഞ്ചായത്തിന് എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയേട്ടൻ, വികസന സ്റ്റാൻഡിംഗിൻ്റെ ഗവർണർ, മറ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പേഴ്സ്, അവരെല്ലാവരും ഒന്ന് എത്തിച്ചേരാൻ മറ്റ് തിരക്കുകളൊന്നും അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അവരെല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളെയാണ് അല്ലേ, കൊച്ചു കൂട്ടുകാരെയാണ്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വാഗതം ആശംസിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദി സാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഉണ്ണികൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും പ്രവർത്തനമായ 10ാം വാർഡ് KP ഉമാശങ്കർ, 6ാം വാർഡ് ശ്രീ മനീഷ്, അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് സ്പോൺസർ ചെയ്ത യൂണിഫോം സ്പോൺസർ ചെയ്ത CC പ്രദേശ്, അതുപോലെ തന്നെ CDSന്റെ വൈസ് ചെയർപേഴ്സൺ ലാവണ്യ, മറ്റ് CDS അംഗങ്ങളെ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നുള്ള കൊച്ചു കൂട്ടുകാരെ, രക്ഷകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ചില പ്രത്യേക സാഹചര്യത്തിൽ പഞ്ചായത്ത് വികസനത്തിനും മറ്റും പ്രധാനത്തും കൂടെ എത്താൻ കഴിഞ്ഞില്ല. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നടക്കണം. അവരുടെ എല്ലാവിധ ആശംസകളും അറിയിക്കാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ കഴിഞ്ഞ 4 വർഷം ഇതുപോലെയുള്ള പ്രവേശനോത്സവങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു പോകുന്നു. ഞങ്ങളുടെ ഭരണ സമിതിയുടെ കാലാവധി തീരാനായി ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ടേമിലെ അവസാനത്തെ ഗൾഫ് സ്കൂളിലെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ മനോഹരമായി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷേത്രമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കൊച്ചു കൂട്ടുകാരെ എല്ലാവരും ഹാപ്പിയല്ലേ? ഒന്ന് കയ്യടി ഉയരട്ടെ. അവരെല്ലാം നിങ്ങളുടെ കൂടെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് സഹായത്തിനും കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നുകൂടി സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടായിട്ട് പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന
സാഹചര്യം നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് ദൈവത്തിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിഷമമുണ്ട്. കൂടാതെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പരമാവധി എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇന്നലേകൾ എങ്ങനെയാണോ നാളേകൾ അതിനേക്കാൾ ഉപരി ഇതിന്റെ കൂടെ നിൽക്കാൻ നിങ്ങളെല്ലാം തയ്യാറായി മുന്നോട്ട് പോകും എന്ന് കൂടി നിങ്ങൾക്ക് ഓരോ രക്ഷിതാക്കൾക്കും കുടുംബത്തിനും ഉറപ്പ് നൽകിക്കൊണ്ട് കൂടുതൽ ദീർഘമായി ഒന്നും നമുക്ക് ഇവിടെ പ്രസംഗിക്കുവാനില്ല. കൊച്ചു കുട്ടികളാണ്. അവര് വളരെ നല്ല സ്വഭാവത്തോടു കൂടി തന്നെ ഈ ക്ലാസ്സിലിരിക്കുന്നവരാണെന്നെ വളരെ മനോഹരവും ആശയം നമുക്കിതിനെ വളരെയധികം സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരു നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ചില കുട്ടികൾ സ്വന്തം വികൃതി കൂടും. അത് എല്ലാ കുട്ടികളും ഉള്ള ഒരു പ്രവണതയാണ്. എല്ലാവരും ഒരുപോലെ ആവില്ല. എന്നിരുന്നാലും ഇവരെല്ലാം ഒത്തൊരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് വളരെ നന്നായി കൈകാര്യം ചെയ്തു കൊണ്ടുവന്ന ടീച്ചറായാലും ഹെൽപ്പറായാലും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം പാകുന്ന ചേച്ചി അടക്കം ഈ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനത്തിന് വിജയം കൈവരിക്കാൻ കൂടുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അവരുടെ പ്രത്യേകം പഞ്ചായത്തിന്റെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ വരും വർഷങ്ങൾ അടുത്ത് തന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം തുടർന്ന് മാറും. ഇത് ഒരു ചെറിയ ഈ കെട്ടിടത്തിന് മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാക്കി തീർക്കും. അതുപോലെ തന്നെ പുതിയ സ്കൂൾ റോഡ് സൈഡിലേക്ക് കുറച്ചങ്ങൾ മാറും. അതിന്റെ പണി ഏകദേശം 85% കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അധികം വൈകാതെ തന്നെ നിർവഹിക്കും. ഇത്രയൊക്കെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. മറ്റുള്ളതെല്ലാം ബാക്കി സംസാരിക്കാൻ ഇവിടെ ഒരുപാട് സംസാരിക്കും. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ അവസരം നൽകിയാൽ നിങ്ങളോട് എല്ലാവരോടും പഞ്ചായത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കുടുംബത്തിന് എല്ലാവർക്കും ജഗദീശ്വരത്തെ എല്ലാവരുടെ അനുഗ്രഹവും ഇവരുടെ ലഭിക്കുമാറാകട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഇവരുടെ നന്മകൾ നിറവുകൊണ്ട് നിൽക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ക്ഷണിച്ചുകൊണ്ട്. സന്തോഷമല്ലേ? കുറച്ച് ദിവസമായിട്ട് വീട്ടില് ഇരിക്കുകയായിരുന്നു അല്ലേ? മറ്റു സ്കൂളുകളിലെ 2 ദിവസമൊന്നും ഇരുന്നില്ല, കുറച്ച് ദിവസം അല്ലേ? അപ്പൊ ഇന്ന് കൂട്ടുകാരെയൊക്കെ കാണാനും അതിന് ഡെയിലി മുടങ്ങാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്സ് സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ ദിവസമാണ് ഇന്ന്. അതിൽ പങ്കെടുക്കുന്ന അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാമേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ. ഞാൻ ഇവിടെ വന്നതും ഒരു കുട്ടി ചോദിച്ചത് ആരാന്ന്. എത്രയോ പ്രാവശ്യം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. എന്നാലും സജിതയെ ചോദിച്ചത്. സജിതയ്ക്ക് എന്നെ പറ്റിയ പറ്റില്ല. ഞാൻ അംഗൻവാടിയിലെ സജിതയെ പറ്റിയാണ്. അപ്പൊ സജിത ചോദിച്ചത് ആരാണെന്ന്. അത് വേറൊരു ചേച്ചി കണ്ടിട്ട് ചോദിച്ചപ്പോ ഒരു ആലോചന ഇല്ലേ? അപ്പൊ സജിത കണ്ടിട്ടില്ലേ? അതുപോലെ ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ ഉമാശങ്കർ, അതിൽ 6-ാം വാർഡിന്റെ മെമ്പർ അനീഷ്, കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ, അതുപോലെ നമ്മുടെ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ AS. അതിനേക്കാൾ ഉപരി വളരെ സന്തോഷമുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം സ്പോൺസർ ചെയ്ത CC ഗ്രൂപ്പ്, പഴയൊരു CC ഗ്രൂപ്പിന്റെ ഭാരവാഹികൾ, അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികളെ, രക്ഷിതാക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, സാരഥികള്, നമ്മുടെ ബഡ്സിന്റെ സാരഥി, അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ്, മറ്റു ബഹുമാന്യരെ, നമസ്കാരം. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു പുതിയ അധ്യയന വർഷം നമ്മൾ പുതിയ സ്ഥലത്ത് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണ് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. അധികം താമസിയാതെ തന്നെ നമുക്ക് കുറച്ച് സൗകര്യമുള്ള, വന്നു പോകാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ കഴിയും. കാട്ടുകുളത്തിൻ്റെ അവിടെയാണ് മാറാൻ കഴിയും. അതുപോലെ ഈ സ്കൂളിന് അത് മാറുന്നതോടുകൂടി ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു ഫംഗ്ഷന്, ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടും കഴിയും. അപ്പോൾ ബഡ്സ് സ്കൂളിലെ ഗുണവും അതുപോലെ ആ ബഡ്സ് സ്കൂളിൽ കുട്ടികളെ വിടുന്നത് കൊണ്ടുള്ള ആ മെച്ചമൊക്കെ ഞാൻ പറയാതെ തന്നെ രക്ഷിതാക്കൾക്ക് അറിയാം. നമ്മുടെ അടുത്ത പഞ്ചായത്തുകളെ കരൂര്, ലക്കിടിപ്പേരൂരിലൊന്നും
അവിടുത്തെ അവര് ഇങ്ങോട്ട് വിടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൂടെ എല്ലാവരും കൂടി വിടാൻ പറഞ്ഞാൽ നമുക്ക് കൂടും അല്ലേ, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലും തൈവരുത്ത ഒരു കുട്ടി അത് വളരെ പരിതാപകരമാണ്. ഒരു കുട്ടിയെ വിട്ടിട്ടുണ്ടായിരുന്നു, അവർ അവിടേക്ക് മാറുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഡ്സ് സ്കൂള് മറ്റ് പഞ്ചായത്തിൽ ഇതിൻ്റെ ഈ സൗകര്യം ഇല്ലാത്തവരുടെ അതിൻ്റെ നമ്മുടെ സ്കൂളിൽ പോകണം. അതുപോലെ പിള്ളേർക്ക് ഇതിൻ്റെ സൗകര്യം കിട്ടുന്നതിനെ കുറിച്ച് അറിയാൻ കഴിയുന്നു. അപ്പോൾ തുടർന്ന് അത് എന്ന് കൂടുതൽ പേര് വന്നിട്ടില്ല തോന്നണം രക്ഷിതാക്കളിന് മീറ്റിങ്ങുകളും അതുപോലെ ഇതുപോലെ പരിപാടിയിലൊക്കെ ഒരു ദിവസം നിങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. PTA മീറ്റിംഗ് വയ്ക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും വരണം. അതുപോലെ ഇന്നത്തെ പനിയാണ്, പനി സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കുറേ പേര് വന്നിട്ടില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇടയ്ക്ക് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണസമിതിയുടെ കാലാവധി നവംബറിൽ തീരും. അപ്പം ഞങ്ങൾക്ക് ഒരു അവസാനത്തെ ഒരു പ്രവേശനോത്സവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരും നന്മകൾ നേരുന്നു. നല്ല മക്കളായിട്ട് ഇരിക്കുക. ഇപ്പം തന്നെ വീടുകളിലാണെങ്കിൽ ഇങ്ങനെ ഇവർ അടങ്ങിയിരിക്കുമോ ഇല്ലേ, ഇതായിരിക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ നല്ല അച്ചടക്കമുള്ള അടങ്ങി ഒതുങ്ങിയിട്ട് തന്നെ ഇരിക്കും. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയമല്ലേ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട്. ക്ലബിൻ്റെ 2 പ്രതിനിധികളോട് വന്നിട്ടുണ്ട്. ഇവർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള സന്നദ്ധമായിട്ടുള്ള ആളുകളുടെ കൂടി സഹകരണങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ ബഡ്ജറ്റ് സ്ഥാപനം വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. മുഴുവൻ ഫണ്ടും സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ ചെലവഴിക്കാതെ സന്നദ്ധമായിട്ടുള്ള സമൂഹത്തിലുള്ള ആളുകളുടെ സഹായം കൂടി ഞാൻ ഈ അവസരത്തിൽ അവർ തരാറുണ്ട്. ലൈഫ് ക്ലബ്, അവരുടെ CC അവർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം രൂപപ്പെടുന്നത് നമുക്ക് മനസ്ഥിതി കൂടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള നന്മ അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിന് നമ്മുടെ മോന് തവക്കൽ കുടുംബം വീട് മേടിച്ചു. വീട് മാത്രമല്ല, അതിനകത്തുള്ള ഫുൾ ഫർണിച്ചറുകളും അടുത്ത സാധനങ്ങളും വരെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം അവർക്കൊന്നും അധികം കാശില്ലെങ്കിൽ അവരുള്ളവരാണെന്നല്ല, ഉള്ള എത്രയോ പേര് അങ്ങനെ സഹായം ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു മനസ്ഥിതിയാണ് കാര്യം. അവർക്ക് അതിൻ്റെ ഒരു മനസ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ലൈഫ് അതുപോലെ CC ഒക്കെ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നത് അവർക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യാൻ കഴിയട്ടെ. അവർ ബിസിനസ് വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നു. എല്ലാവർക്കും നന്ദി. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വിദ്യാഭ്യാസ ചാനൽ ചെയർപേഴ്സൺ ശ്രീമതി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 2025-26 വാർഷികത്തിലെ നമ്മുടെ പ്രവേശനോത്സവം ബഡ്ജറ്റ് സ്കൂളിന്റെ പ്രവേശനോത്സവമാണ് ഇന്ന് നടക്കുന്നത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പത്മജിജി, ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമേന്ദ്രൻ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനെത്തിയ ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പറും ഉമേട്ടൻ, 6ാം വാർഡ് മെമ്പർ അനീഷ്, CDS വൈസ് ചെയർപേഴ്സൺ ലാവണ്യ, അതുപോലെ തന്നെ നമുക്ക് ഈ സ്കൂളിന് വേണ്ടി യൂണിഫോം തന്നു കഴിഞ്ഞാൽ നമ്മുടെ CC സെക്ഷൻസിന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഏതൊരു അംഗനവാടിയാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഈ ലൈഫ് ക്ലബിന്റെ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവർ എത്തിച്ചതിന്റെ പ്രതിനിധികൾ, അതിലുപരി ഇവിടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളിവിടെ വരുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷം വരുന്ന ദിനമാണ്. കാരണം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ബഡ്ജറ്റ് സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കലോത്സവങ്ങളിലും 1ാം സ്ഥാനത്ത് എത്തുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ അധ്യയന വർഷത്തിലും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ഓരോ പരിപാടിയിലും പങ്കെടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമാൻ KT ഉമാശങ്കർ. വേദിയിലും സദസ്സിലുമുള്ള എത്രയും സ്നേഹമുള്ളവർ ഇന്ന് എന്തോ നിന്ന് ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളായിരിക്കും ഇല്ലേ? ഇന്ന് പ്രവേശനോത്സവമല്ലേ? ഒന്ന് കൂക്കി പൊളിച്ചാലോ? ഉഷാറല്ലേ?
എന്താ മോക്ക് മാല കണ്ടോ? അമ്മോ, അമ്മന്റെ മാലയാണ് കണ്ട, അതാ അവിടെയുണ്ട് പുതിയൊരു മാല അല്ലേ? പിന്നത്തെ ആളും എല്ലാവരും ഉഷാറാണ്. ഇപ്പൊ മൊത്തത്തിൽ ഗൗരവത്തിലാണ്. അത് മാലയാണ്. അപ്പൊ എല്ലാവർക്കും മാലയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിഫോം കൊടുക്കുന്നുണ്ട്. അത് ആരാ തന്നിരിക്കണമെന്നറിയോ? പഴയതോടിലുള്ള ഒരു വലിയ വസ്ത്ര കേന്ദ്രം CC അല്ലേ? CC ആണ് നിങ്ങൾക്ക് എന്തോന്ന് യൂണിഫോം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം കൊടുക്കുന്നുണ്ട്. ആരാ കൊടുത്തിരിക്കുന്നറിയോ? ലയൺസ് ക്ലബ്ബുകാര്. വേറൊരാള് വെള്ളം കൊണ്ടിട്ട് വരുന്ന ആളെ തന്നെ കൊടുക്കുന്നുണ്ടാവും അല്ലേ? എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ? സ്കൂള് ടീച്ചർ ഗംഭീരല്ലേ? പക്ഷെ നിങ്ങൾ അത്ര ഭംഗി ടീച്ചർക്കില്ല കേട്ടോ. ടീച്ചർ ഇത്തിരി ഭംഗി കുറവുണ്ട്. നമുക്ക് നല്ല ഭംഗിയുള്ള ടീച്ചറെ പിന്നീട് മാറ്റാം അല്ലേ? മതിയോ? ആ ടീച്ചർ മതിയോ? ആ അപ്പൊ പിന്നെ മതി. ഭംഗിയുള്ള ടീച്ചറാന്നാ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും കൊടുക്കില്ലേ? പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ ഇരുന്നതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി കളിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് അവർക്ക് വന്നിരിക്കുകയാണ്. പഠിക്കണം. ആ പഠിക്കട്ടെ, പഠിക്കണം. അപ്പൊ പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് നമ്മള് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ പ്രസംഗമൊന്നും വേണ്ട. പ്രസംഗിക്കണല്ലോ, ഒരു പ്രസംഗവും വേണ്ട. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യണം? നമ്മളൊക്കെ ഇത്ര കാലം ജീവിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? ഇത്ര കാലം നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു തന്നെയാണ് ഏറ്റവും നല്ല ഭാഗ്യമായ കാര്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലേ നല്ല ഭാവി. എല്ലാവരും നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് നന്നായി പഠിച്ച് എല്ലാവരേക്കാൾ മുമ്പിൽ അല്ലേ നന്നായി സ്നേഹിക്കാൻ അറിഞ്ഞാൽ മതി. എന്തായി അറിഞ്ഞാൽ മതി? കുറെ കാശുണ്ടായിട്ട് കാര്യമുണ്ടോ? ഭംഗിയുണ്ടായിട്ട് കാര്യമുണ്ടോ? ആർക്കുണ്ടായിട്ട് കാര്യമുണ്ടോ? മനുഷ്യനെ സ്നേഹിക്കാൻ അറിയണ്ടേ അല്ലേ? നമ്മളെ കണ്ടിട്ട് ചിലവർ വീരമ്പർ എന്ന് ചോദിച്ചില്ലേ? മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് എന്ത് വരണം? സ്നേഹം വരണം അല്ലേ? അപ്പൊ നമ്മുടെ സ്നേഹവും നമ്മൾ ആ കുടുംബത്തിൽക്കാരെ പിന്നിരുന്ന് ചുരുക്കുന്നുണ്ട്. അവർക്ക് സ്നേഹം കുറവാണ് അല്ലേ? നമ്മുടെ സ്നേഹം അവർക്ക് ഇല്ല. നിങ്ങൾ ഞാൻ വരുമ്പോ കാണാം, ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വരുമ്പോ ടീച്ചറെ കെട്ടിപ്പിടിക്കാറില്ലേ അല്ലേ? ടീച്ചറോട് കാണുന്ന സ്നേഹം സ്വന്തം മക്കളും കൂടി ചിലപ്പോ അമ്മേനെ ദിവസം ചെയ്യില്ല, ഇങ്ങനെ വാരി പിടിക്കില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് സ്നേഹം കൊടുക്കണ്ട്. നാട്ടിലെ ഇവിടെ വരുമ്പോ ഇവിടുത്തെ ടീച്ചർക്ക് സ്നേഹം കൊടുക്കും. അപ്പൊ നിങ്ങളെ പോലെ സ്നേഹിക്കാൻ അറിയുന്ന ആളുകള് വേറെ ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി ഭംഗിയായിട്ട് എന്ത് ചെയ്യണം? സ്കൂൾ ഇവിടെയാണെങ്കിൽ അവിടെ മാറിയാലും നമ്മുടെ തന്നെയല്ലേ അല്ലെ? നമുക്ക് എവിടെയായാലും കുഴപ്പമില്ല. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം, നന്നായി ചിരിക്കണം, സന്തോഷിക്കണം. ആരും കരയാൻ പാടില്ല, കരയേണ്ട കാര്യമില്ല അല്ലെ? കരയണത് കരഞ്ഞോട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിരിച്ച് നമുക്ക് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പിന്നെ അറിയോ? അറിയാലേ? ഓക്കെ. എല്ലായിടത്തും വീട്ടിന്റെ വീട്ടിനടുത്തുള്ള കുട്ടിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും അറിയില്ലെങ്കിലും അറിയാം. എല്ലാവരും സന്തോഷമല്ലേ? ഓക്കെ, ഞങ്ങളും സന്തോഷമാണ് കേട്ടോ. ഈ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കിടാം. നല്ലൊരു ദിവസമാണെന്ന് എല്ലാവരും നന്നായി പഠിച്ച് അവനാന്റെ കഴിവുകൾ പുറത്തെടുത്ത് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കണം. നമ്മളിപ്പോ ഒരുപാട് മുമ്പിലാണ്, അറിയില്ലേ? നമ്മൾ കേരളത്തിലെ പേര് കേട്ട ആളുകളാണ്. അതിനപ്പുറം എത്തിയിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് എത്തണം. അതിനാണ് വേണം നമ്മൾ നമ്മുടെ കഴിവുകളെ പുറത്തെടുത്ത് ടീച്ചറിന് മുമ്പിൽ അവതരിപ്പിച്ച് ടീച്ചറിലൂടെ നമ്മൾക്ക് അത് പുറത്തെത്തിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണം നമ്മുടെ കഴിവുകൾ. അല്ലേ? ഒരുപാട് കഴിവുണ്ട് നിങ്ങൾക്ക്. അത് ഞങ്ങൾക്കറിയാം. എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ടീച്ചർ, പിന്നെ മെമ്പർ രാമൻചേട്ടൻ, അതേമാതിരി തന്നെ ഉമ്മേട്ടൻ, ബാക്കി എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവേശനോത്സവം വളരെ ഭംഗിയാക്കുക, എല്ലാവരും വളരെ സന്തോഷമായിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരി തന്നെ ഇത്രയും നല്ലൊരു ഇവിടെ നിങ്ങളെല്ലാവരും കണ്ടല്ലേ, ഇതിന്റെ മുന്നിൽ കൂടെ പലതവണ പോയിട്ടില്ലെങ്കിലും ഇവിടെ 10-12 കുട്ടികളെ ഉള്ളതാണ് എൻ്റെ ധാരണ. ഇത്രയും കുട്ടികൾക്കെന്നുള്ള അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഈ പ്രവേശനോത്സവത്തിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്നാമതായിട്ട് നിങ്ങളെ കാണുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ 2 കൊല്ലമായി നിങ്ങളായിട്ട് ബന്ധപ്പെടാൻ സഹായിക്കാത്ത സന്തോഷത്തിലായിരുന്നു.
അപ്പൊ ഇന്ന് എന്തായാലും ഒരു പരിപാടിയുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെ കൂടി കാണണം വലിയ മോഹം തോന്നി. അതുകൊണ്ടാണ് ഇത് വിളിച്ചത്. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 2014 ജൂലൈ 17 ആരംഭിച്ചത്. ശ്രീ ബഹുമാനപ്പെട്ട ചേലക്കര MLA ശ്രീ കെ രാധാകൃഷ്ണൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ 18 വയസ്സിന് താഴെയും മേലെയുമായിട്ട് 35 കുട്ടികളോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 40-ൽ ഏറെ കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ പരിശീലനത്തിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഓരോ വർഷവും നമ്മുടെ ഇവിടുത്തെ അധ്യാപകരുടെ ജീവനക്കാരുടെ സാലറി, അതുപോലെ വെഹിക്കിൾ വാടക, കുട്ടികളുടെ ഭക്ഷണം, മറ്റു ചെലവുകൾ, അങ്ങനെ എല്ലാത്തിനും കൂടി 18 ലക്ഷം രൂപയോളം ഒരു വർഷം ചെലവ് വരുന്നുണ്ട്. വളരെ ഭംഗിയായി തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ആ കാര്യം നിറവേറ്റി തരുന്നുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വർഷം ഫിസിയോതെറാപ്പിസ്റ്റ്, മറ്റ് അധികം സ്റ്റാഫുകളെ കൂടി ഇവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടി ലൈവ്ലിഹുഡ്, അതായത് എന്തെങ്കിലും ഉപജീവന പദ്ധതി, ഇവിടെ നെറ്റിപ്പട്ട നിർമ്മാണം, ടൈലറിംഗ് യൂണിറ്റ്, അതുപോലെ കൈത്തറി എന്നിവ. വേദിയിലെയും സദസ്സിലെയും എല്ലാവർക്കും നമസ്കാരം. ഡാൻസ് ക്ലബ് വിദ്യാർത്ഥി പാമ്പാടി ഇവിടെ കുറേ കാലം മുതൽക്കേ ഇവിടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് നമുക്കുണ്ടായി. എനിക്ക് തോന്നുന്നൊരു 2-3 കൊല്ലമായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നതാണ്. ഞാൻ ആ കുട്ടിയെ വിളിക്കാറുമുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവിടേക്ക് വേണ്ടുന്ന ഒരുപാട് സഹകരണങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നുണ്ട് നമ്മളൊരിക്കലും റേഡിയോ കൊടുത്തു, ഇവിടെ TV കൊടുത്തു, ഇങ്ങനെ പലതും നമ്മുടെ ലയൺസ് ക്ലബ് വിദ്യാർത്ഥി പാമ്പാടി ഇവിടേക്ക് നമ്മുടേതായ ഒരു പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഏത് ലയൺസ് ക്ലബിന്റെ ക്ഷണിക്കുന്നു. വേണ്ടി
അതുപോലെ ഈ ബൽസൂറിന്റെ ജീവനക്കാരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പേഴ്സന്റെ ഭക്ഷണം കൃത്യമായി ഉപഹാരം നൽകുകയാണ്. മാറ്റിവെച്ച് ഇവിടെ വന്ന് സഹായിച്ച എല്ലാവർക്കും എൻ്റെയും എൻ്റെ മക്കളുടെ മറ്റു രക്ഷിതാക്കളുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബുകാർക്ക് CC-ക്കാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു.